60 വയസ്സിന് ശേഷം പെൻഷൻ ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനും മരുന്ന് വാങ്ങാൻ പോലും മക്കളെയും മരുമക്കളെയും ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റിന്റെ അണ്ടറിൽ നിന്ന് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ ഉള്ളത്. ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മേക്ക് ഇന്ത്യ പോലെയുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്ന കമ്പനികളിലേക്കാണ് ഗവൺമെന്റ് നിക്ഷേപിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ എമൗണ്ട് ഈ കമ്പനികളിലൊക്കെ നിക്ഷേപിക്കുകയും അവിടുന്ന് കിട്ടുന്ന ഒരു പ്രോഫിറ്റിന്റെ പങ്ക് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഇത് മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പോളിസി അല്ല, ഇത് 100% സേഫും സെക്യൂറുമാണ്. പ്രൈവറ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നമ്മൾ ക്യാഷ് നിക്ഷേപിക്കുമ്പോൾ RBI എങ്ങനെയാണോ നമ്മുടെ ക്യാഷിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലൊക്കെ നമ്മൾ പൈസ നിക്ഷേപിക്കുമ്പോൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലുള്ള IRDA നമ്മുടെ ക്യാഷിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലൊക്കെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കമ്പനിയുടെ സെറ്റിൽമെന്റ് റേഷ്യോ കൂടി നോക്കുന്നത് നന്നായിരിക്കും. അതായത് 95% മുകളിൽ സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള കമ്പനികളിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ 3 മാസം മുതൽ 55 വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും ഇതിൽ ചേരാവുന്നതാണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പ്രീമിയം പേയ്മെന്റ് പീരീഡും അതേപോലെ ലൈഫ് കവറേജ് പീരീഡും നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ പ്രീമിയം പേയ്മെന്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് അടച്ചു തീർക്കാവുന്ന ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് ഉണ്ട്. അതേപോലെ 12 വർഷമോ 15 വർഷം വരെ അടയ്ക്കാവുന്ന ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് ഉണ്ട്. ഇതേപോലെ തന്നെയാണ് ഇതിന്റെ ലൈഫ് കവറേജ് പീരീഡും. 20 വർഷം കൊണ്ട് ക്ലോസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളുണ്ട്. അതല്ല 25, 30, 35, 40 ജീവിതകാലം മുഴുവനും നമുക്ക് ഇതിന്റെ മണി ബാക്കും ലൈഫ് കവറേജും കിട്ടത്തക്ക രീതിയിൽ വേണമെങ്കിലും ഇത് സെലക്ട് ചെയ്യാം. അതേപോലെ ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ മണി ബാക്ക് തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് പ്രീമിയം അടച്ചതിന്റെ പിറ്റേ വർഷം തൊട്ട് നമുക്ക് മണി ബാക്ക് സ്റ്റാർട്ട് ആകും. ഈ മണി ബാക്ക് വർഷം തോറും വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതല്ല എങ്കിൽ അവിടെ തന്നെ നിക്ഷേപിക്കാം. അങ്ങനെയാണെങ്കിൽ SB ഇൻട്രസ്റ്റിനേക്കാൾ 2% കൂടുതൽ ഇൻട്രസ്റ്റോടുകൂടി അത് വേണ്ട സമയത്ത് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് പറയാം. നമ്മളെല്ലാവരും ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ടാണല്ലോ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലൊക്കെ ചെയ്യുന്നത്. അതായത് കുട്ടികളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടോ പെൻഷൻ സ്കീമിനോ അതും അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്കോ കുട്ടികളുടെ മാരേജിനോ അങ്ങനെ എന്തെങ്കിലും. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് വേണ്ട എമൗണ്ട് ഇതിൽ നിന്ന് പീരിയോഡിക്കലി നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് നമ്മുടെ മെച്യൂരിറ്റി എമൗണ്ടിൽ നിന്ന് കുറയും എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണമായിട്ട് നമ്മുടെ കുട്ടിയുടെ ഹയർ സ്റ്റഡീസിനായിട്ട് ഒരു 5 ലക്ഷം രൂപ വീതം 4 വർഷം വേണമെന്നിരിക്കട്ടെ. നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഈ എമൗണ്ട് ഇതിൽ നിന്ന് നമുക്ക് പീരിയോഡിക്കലി വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹസ്ബൻഡിന്റെ വൈഫിന്റെ പേരിലോ കുട്ടികളുടെ പേരിലോ ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ചേരാവുന്നതാണ്. പണം അടയ്ക്കുന്ന പ്രപ്പോസർക്ക് എന്തെങ്കിലും ഒരു ലൈഫ് ത്രെട്ടൻ സംഭവിച്ചാൽ ബാക്കി പ്രീമിയം എമൗണ്ട് കമ്പനി അടച്ചോളും. അതേപോലെ തന്നെ ഇതിന്റെ മണി ബാക്കും ബാക്കിയുള്ള ആനുകൂല്യങ്ങളും പോളിസി ഹോൾഡർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലൊക്കെ ചേരുന്നതിന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇതുകൂടാതെ ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.